നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പുതുവർഷ പഞ്ചമിത്തിഥി വരുന്നത് ജാനുവരി 4 ആണ്. ജാനുവരി 3 6 PM കൂടി പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. കണ്ടിന്യൂസ്ലി ഇത് ചെയ്തു വരുന്നവർക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് അറിയാം. പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എഴുതി അയയ്ക്കുക. കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണ്, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. തുടർന്ന് ചെയ്യുന്നവർക്ക് എല്ലാ ഇൻഫർമേഷൻസും അറിയാം. എന്നാൽ പുതുതായി കാണുന്നവർക്ക് അറിയില്ല വെച്ചാൽ ഈ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് പുതുവർഷ വീഡിയോ. മാസത്തിലെ ആദ്യ ദിവസം ജാനുവരി 1, 2025. വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം, മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം. അങ്ങനെ ആവുമ്പോൾ ഒരു ചില കാര്യങ്ങൾ വരാഹിയമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ വർഷം മുഴുവനും, ഈ മാസം മുഴുവനും നല്ലായിരിക്കണം. ഈ മാസം തീരും മുന്നേ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം നമുക്ക് നടന്നു കിട്ടണം. നമ്മൾ ചോദിക്കുന്ന കാര്യം വരാഹിയമ്മയുടെ ആശീർവാദത്തോടെ കൊണ്ടുപോകണം. ഇതുപോലെ ഒരു ചില പ്ലാനിങ്ങൊക്കെ നമ്മൾ 1-ാം തീയതി ചെയ്തു വയ്ക്കും. അതിനേക്കാൾ എല്ലാം ഉപരി ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. എന്താ വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഒത്തിരി നാളായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ചെയ്യേണ്ട ഒരു നൈവേദ്യം, ഒരു പ്രസാദം, കൂടെ അമ്മയുടെ അതിശക്തമായ ഒരു മന്ത്രവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ വരാഹിയമ്മയ്ക്ക് ചെയ്യേണ്ട മുഖ്യമായ വിഷയം എന്താ വെച്ചാൽ, അതിനു മുന്നേ ഫ്രണ്ട്സ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വഴിപാട് വന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളാലെ അമ്മയ്ക്ക് പറ്റുന്നത് പോലെ നൈവേദ്യം ചെയ്ത് വയ്ക്കാറുണ്ട്. അതുപോലെ നമ്മളുടെ വീട്ടിലിരിക്കുന്ന ഒരു ചില വസ്തുക്കൾ വെച്ച് ഒരു പ്രസാദം നമ്മൾ ചെയ്യണം. എന്നിട്ട് ആ പ്രസാദം വെച്ചിട്ട് വരാഹിയമ്മയ്ക്ക് നമ്മൾ എന്തു ചോദിക്കുന്നുവോ അങ്ങനെയേ അത് അമ്മ നമുക്ക് നടത്തി തരും. ആ പ്രസാദം എങ്ങനെ നമ്മൾ കൊടുക്കണം, അതിൻ്റെ കൂടെ ഒരു ചില വിഷയങ്ങൾ ഇരിക്കുന്നുണ്ട്. അതും നമ്മൾ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ അതേപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ വഴിപാട് വന്ന് ഏത് ടൈമിങ്സിൽ ചെയ്യണം വെച്ചാൽ അത് ഞാൻ പറയാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഇന്നേക്ക് ഈവനിങ് 6-നും 9-നും ഇടയ്ക്ക്, 6 PM 9 PM ഇടയ്ക്ക് നിങ്ങൾക്ക് വരാഹിയമ്മയ്ക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ 1-ാം തീയതി കാണാത്തവരാണെങ്കിൽ എന്ന് കാണുന്നുവോ അന്ന് വൈകുന്നേരം 6-നും 9-നും ഇടയ്ക്ക് ചെയ്തോളുക. നമ്മൾ ചെയ്യേണ്ട ആ പ്രസാദം ഇല്ലേ, അതിനാവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമെന്ന് പറയാം. അത് നിങ്ങൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വച്ചിട്ട് കറക്റ്റ് ആ ടൈമിൽ വഴിപാട് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ട വസ്തുക്കൾ എന്താച്ചാൽ, വീട്ടിൽ തന്നെ ഇരിക്കുന്ന പച്ചരി എടുത്തോളുക. തീർച്ചയായും പച്ചരി തന്നെ വേണം. പുഴുക്കലരിയോ മട്ടയരിയോ വേറെ അരിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഈ വഴിപാടിന്. പച്ചരി നമ്മൾ വേവിച്ച് വടിച്ചെടുക്കുക. പൊതുവെ നിങ്ങൾ കേട്ടിരിക്കും, വില്ലേജ് സൈഡിലെല്ലാം ഉഗ്രദൈവങ്ങൾക്ക്, അതായത് കാളി, വരാഹിയമ്മൻ, കാലഭൈരവർ എന്നിവർക്ക് പ്രസാദം എങ്ങനെ വയ്ക്കണമെന്നാൽ, ചോറ് റെഡിയായ ഉടനെ തന്നെ ആവി പറക്കുമ്പോൾ ചൂടോടെ പ്രസാദം കൊണ്ടുപോയി നൈവേദ്യം വയ്ക്കണം. തിളച്ച് മറിയുമ്പോൾ കോരിയെടുത്ത് ഊറ്റി വയ്ക്കുക. ഇത് ഒരു വഴിപാടാണ്. അങ്ങനെ കൊടുക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. ആ ഇഷ്ടത്തോടെ വരാഹിയമ്മയും അത് ഏറ്റെടുക്കും. ഈ വഴിപാടിന് അതുപോലെ ഒരു പവർ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചോറ് വന്നിട്ട് നല്ല ചൂടായിട്ട്
വടിച്ചിട്ട് അതിൽ 1 സ്പൂണ് നെയ്യ് ഒഴിക്കുക. ഇപ്പോൾ നെയ്യ് ധാരാളം ഇരിക്കുന്നുണ്ടെങ്കിൽ 1 സ്പൂണിൽ കൂടുതലും ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം. ഇത് മാത്രമേ ചേർക്കാവൂ, വേറൊന്നും ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൈവച്ച് മിക്സ് ചെയ്യരുത്, സ്പൂൺ വച്ച് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ്? ചുടു ചോറും കൂടെ നെയ്യും കൂടെ കുറച്ച് ഉപ്പും സ്പൂൺ വച്ച് മിക്സ് ചെയ്യുക. കുതിക്കുന്ന ചോറ് വടിച്ച് ആ ചൂടായ ചോറിൽ ഉപ്പിട്ട് നെയ്യൊഴിച്ച് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് അത് ഒരു കിണ്ണത്തിലോ അല്ലെങ്കിൽ വാഴയിലയിലോ അതോ അല്ലെങ്കിൽ പാളയിലോ നിങ്ങളങ്ങനെ ചൂടോടെ ആവി പറക്കുമ്പോൾ കൊണ്ടുപോയി അമ്മയ്ക്ക് പ്രസാദമായിട്ട് വെച്ചോളുക. ഇത് വന്നിട്ട് ഒരു പ്രൊസീജിയർ. ഇപ്പോൾ അമ്മയ്ക്ക് പ്രസാദമെല്ലാം വച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ, വരാഹി അമ്മയെ മനസ്സിൽ കരുതിയാണല്ലോ ചെയ്യുന്നത്, നിങ്ങൾ അമ്മയുടെ ഒരു മന്ത്രം ചൊല്ലണം. ഏത് മാതിരി മന്ത്രം ചൊല്ലണമെന്ന് ഞാൻ പറയാം, നോക്കിക്കോളുക. ഇതൊരു 1 വേർഡ് മന്ത്രമാണ്, ഒറ്റവരി മന്ത്രം. മന്ത്രം ഇതാണ്: ഓം വരാഹി ജയ് വരാഹി, 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 ഓം വരാഹി ജയ് വരാഹി. ഒറ്റവരി മന്ത്രത്തിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ പറയാം. തീരാ കടം ഇരിക്കുന്നു, തലയ്ക്ക് മേലെ പ്രോബ്ലംസ് ഇരിക്കുന്നു, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉള്ളവരാണേൽ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ വീര്യമനുസരിച്ച് ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ എത്ര അധികമായിട്ട് ചൊല്ലുന്നുവോ ആ അളവിന് നിങ്ങൾക്ക് വഴി കാട്ടും. ദാറ്റ് മീൻസ് ആ അളവിന് പവർഫുള്ളായിട്ട് ഈ മന്ത്രം വർക്കൗട്ട് ആവും. നമ്മൾ വച്ചിരിക്കുന്ന ഈ പ്രസാദം അതിലുണ്ടാകുന്ന ഫലം നമുക്ക് കാണിച്ചു തരും. അതിനാൽ ഈ മന്ത്രം വന്നിട്ട് 108 തവണ കുറഞ്ഞത് ചൊല്ലുക. എന്നാൽ 1008 തവണയെങ്കിലും ചൊല്ലിയാൽ അത്രയ്ക്കും നല്ലതാണ്. നിങ്ങളാൽ എത്ര ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കിട്ടും. ഒരേ നാളിൽ കൂടെയും നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കും. പ്രസാദം വച്ച ഉടനെ തന്നെ മന്ത്രം ചൊല്ലണം. അതിനുശേഷം ഫൈനലി പൂജ കഴിഞ്ഞ ശേഷം ഒരു പേപ്പർ എടുത്തോളുക, ഒരു വൈറ്റ് ഷീറ്റ്, ഒരു പെന്നും കൂടെ എടുക്കുക. പെന്ന് ബ്ലാക്ക് കളർ ഒഴികെ വേറെ ഏത് കളർ വേണേലും എടുത്തോളുക. എന്നിട്ട് ഇപ്പോൾ ഞാനിതിൽ കാണിച്ചിരിക്കുന്ന ഈ മന്ത്രം, ഇതൊരു കാര്യസിദ്ധി മന്ത്രമാണ്. അങ്ങനെ ഈ പേപ്പറിലോട്ട് വൈറ്റ് ഷീറ്റ് എടുത്തല്ലോ, അതിലേക്ക് അങ്ങനെയേ എഴുതുക. ഉത്തരവ് കാര്യസിദ്ധി മമ യോഗ പ്രസി പ്രസി, ഉത്തരവ് കാര്യസിദ്ധി മമ യോഗ പ്രസി പ്രസി, ഉത്തരവ് കാര്യസിദ്ധി മമ യോഗ പ്രസി പ്രസി. ഈ കാര്യസിദ്ധി മന്ത്രവും എഴുതി താഴെ നിങ്ങൾക്ക് എന്തെല്ലാം വേണം, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം, അതും എഴുതുക. 10 ലക്ഷം പണം വേണം, എനിക്ക് ജോലി കിട്ടണം, കല്യാണം നടക്കണം, എന്തെല്ലാം നിങ്ങൾക്ക് വേണമോ അതെല്ലാം എഴുതണം. ഞാനിതിൽ കാര്യസിദ്ധി മന്ത്രം എഴുതിയിട്ട് താഴെ നോക്കൂ എഴുതിയിരിക്കുന്നത്: 10 ലക്ഷം പണം വേണം, സ്വർണ്ണപ്പണയം തിരിച്ചെടുക്കണം, ജോലിയിൽ സ്ഥാനക്കയറ്റം വേണം. ഇതുപോലെ ഏതെല്ലാം നിങ്ങൾക്ക് വേണമോ അതെല്ലാം എഴുതുക. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫലം നിങ്ങൾക്ക് കിട്ടും. വിശ്വാസത്തോടു കൂടി ഇത് നിങ്ങൾ ചെയ്യുക. ഈ എഴുതിയ പേപ്പർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അമ്മയുടെ പാദത്തിൽ വെച്ചോളുക. വേറൊന്നുണ്ട്, തീർച്ചയായും നിങ്ങൾ
പീരിയഡ്സ് ടൈമിലോ നോൺ വെജ് കഴിച്ചിട്ടോ പുലവാലായ്മയുള്ളപ്പോഴോ ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള മറ്റാരെയെങ്കിലും കൊണ്ട് നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പറയുക. എന്നിട്ട് അതിൽ പേര് ചേർത്ത് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അമ്മ നിങ്ങൾക്കായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, ഇപ്പോൾ ലക്ഷ്മിക്ക് 10 ലക്ഷം പണം വേണം, ലക്ഷ്മിക്ക് ജോലി കിട്ടണം. ഇങ്ങനെ ആർക്ക് നടക്കണമോ അവരുടെ പേര് ചേർത്ത് എഴുതുക. സോ ഇത്രയേ ഉള്ളൂ. എഴുതിയ പേപ്പർ നല്ല ഭദ്രമായിട്ട് വരാഹിയമ്മയുടെ പാദത്തിൽ വയ്ക്കുക. പിന്നെ അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും ഇല്ലാത്തവർ ദീപം വച്ച് വഴിപാട് ചെയ്യുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് മനസ്സിൽ അമ്മയുടെ പിക്ചർ ഉണ്ടായാൽ മതി. എന്നിട്ട് ഒരു ബുക്കിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഫോട്ടോ ഇല്ലാത്തവർ ബുക്കിൽ വെച്ചാൽ മതി. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്ന ശക്തി ഇതിനുണ്ട്. സോ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. അമ്മയ്ക്ക് വച്ച ആ പ്രസാദം സാധാരണ പ്രസാദമെന്ന് നിങ്ങൾ കരുതരുത്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായിട്ടും വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്, അതിനായി സന്താനലബ്ധിക്കായിട്ട് നിങ്ങൾ ഈ പ്രസാദം, അമ്മയ്ക്ക് വെച്ച പ്രസാദം എടുത്തു കൊടുത്തോളുക. ഈ പ്രസാദം അവർ കഴിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഭാഗ്യം അധികമായിട്ട് കിട്ടും. അതുപോലെ തന്നെ അസുഖത്താലെ കഷ്ടപ്പെടുന്നവർക്ക് ഇത് കഴിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് ഈ വഴിപാട് ചെയ്തിട്ട് പ്രസാദം കഴിച്ചാൽ തീർച്ചയായിട്ടും സന്താന സൗഭാഗ്യം കിട്ടും. അതിൽ യാതൊരു സംശയവും ഇല്ല. സോ ഈ വീഡിയോ നിങ്ങളൊന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വഴിപാട് ചെയ്യുന്നവർ ഈ മെത്തേഡ് ചെയ്തോളുക. നിങ്ങളുടെ വീടിനടുത്ത് ആരേലും കുട്ടികളില്ലാതെ ഇരിക്കുന്നെങ്കിൽ കൂടെയും നിങ്ങൾ ഈ പ്രസാദത്തെ അവർക്കെടുത്ത് കൊടുക്കാവുന്നതാണ്. സോ ഇങ്ങനെയെല്ലാം ഇരിക്കുന്നുണ്ട്. ഈ പ്രസാദം എന്നത് അമ്മയുടെ അടുത്ത് 1 മണി നേരം 1 അവർ വച്ചിട്ട് നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. ആ പേപ്പർ വന്നിട്ട് ഭദ്രമായിട്ട് വച്ചുകൊള്ളുക. ആഗ്രഹിച്ച കാര്യം നടന്നതിന് അപ്പുറം ഈ പേപ്പർ എന്താ ചെയ്യണം വെച്ചാൽ കാൽപ്പെടാത്ത ഇടത്തിൽ കളഞ്ഞേക്കുക. ഇത് എപ്പോൾ വേണേലും ചെയ്യാവുന്നതാണ്. എന്നുവെച്ചാൽ പഞ്ചമി, അഷ്ടമി, അമാവാസ്യ, പൗർണമി ഏത് നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു നല്ല ബലം നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക. അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മിറാക്കിൾ റിസൾട്ടും എന്നെ അറിയിക്കുക. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താൻ മറക്കരുതേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.